ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ടാ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. അത് ഇഫ്താർ സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത് തോലൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് നേന്ത്രപ്പഴം എടുക്കുന്നുണ്ട്. നേന്ത്രപ്പഴം നമുക്ക് തോലൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പ്രധാനമാണ്. ലൈക്കും കമന്റും ഒക്കെ പ്രധാനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1.5 നേന്ത്രപ്പഴം കൂടി ആവശ്യമുണ്ട്. ആദ്യം 1.5 നേന്ത്രപ്പഴം ഇതുപോലെ ഞാൻ കട്ടാക്കി മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി ആ പകുതിയില്ലേ അത് നമുക്ക് നല്ല ചെറുതാക്കി കട്ടാക്കി എടുക്കണം. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ ഒരു പഴത്തിനെ ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് കട്ടാക്കി എടുക്കുക. കട്ടാക്കാം. അപ്പൊ 3 നേന്ത്രപ്പഴമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കേട്ടോ. നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതുപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 250 ml കപ്പിൽ 1 കപ്പോളം വരുന്ന തേങ്ങ ഇട്ടിട്ട് ചെറുകിയെടുത്തത് ചെറിയൊരു മുറി തേങ്ങയാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് മൂത്ത് ചുവന്ന് വരുമൊന്നും വേണ്ട കേട്ടോ. ഈ രീതിയിലൊന്ന് ഇങ്ങനെ നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴത്തിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര നമ്മൾ ഇതിലായിട്ട് ഉപയോഗിക്കണുള്ളൂ. പിന്നെ ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1.5 ടീസ്പൂൺ വരുന്ന ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം പാട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. കോരി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിന്റെ താഴെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കുനുകുനാന്ന് കട്ടാക്കിയിട്ടുള്ള നേന്ത്രപ്പഴല്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ആട്ടോ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 സ്പൂണോ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ആ നേന്ത്രപ്പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം പാട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കാൻ തീരെ സാധ്യതയില്ല. അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം. സാധ്യത കുറവാണ്. അപ്പോൾ റെഡിയാക്കി നോക്കിക്കൊള്ളൂ. ഇഫ്താർ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ നേന്ത്രപ്പഴം ഇതുപോലെ ഇതിലേക്ക് നമ്മൾ ഈ മുട്ട ഇങ്ങനെ പൊടിച്ചൊഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല വെറുതെന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ മുട്ട ചേർത്തുകൊണ്ട് എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും, അളിഞ്ഞ് ഇങ്ങനെ പോകും, അങ്ങനെയൊന്നുമില്ല. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ നല്ല വെറുതെന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. മുഴുവനായിട്ടും നമ്മളിത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴമില്ലേ ആ നേന്ത്രപ്പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ പഞ്ചസാര ഒന്നും ഉപയോഗിക്കണില്ല കേട്ടോ. നമ്മൾ നേരത്തെ ആ തേങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. അത് മാത്രം മതി. പഴം നല്ല പഴുത്ത മധുരം ഉള്ള പഴമാണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന പഴത്തിന് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നേന്ത്രപ്പഴം അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെറുതെ നേന്ത്രപ്പഴം മാത്രം അരച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റവയാണ്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് റവ എടുക്കുന്നുണ്ട്. ഞാൻ വറുക്കാത്ത റവയാട്ടോ എടുത്തത്. നിങ്ങൾ വറുത്ത റവയാണ് കയ്യിലുള്ളെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വറുത്ത റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരും. നിങ്ങൾക്ക് വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ പാൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങൾ എടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ വെള്ളം, പാലാണെങ്കിൽ പാല്, അതിൻ്റെ അളവ് വരിക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം ബാക്കി വെച്ചിട്ടുണ്ട് 3/4 കപ്പിൽ. ബാക്കി എനിക്ക് കറക്റ്റാണ്. ഈ ഒരു പരുവം മതി കേട്ടോ. ഇനി ഞാനിതൊരു 10 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. റവയിൽ നിന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി മാത്രമാണ് കേട്ടോ വെച്ചത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ബദാം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഡ്രോപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും പാട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇനി ബദാം മിക്സ് തന്നെ വേണമെന്നൊന്നുമില്ല, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും പാട് നന്നായിട്ട് മിക്സായി ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കൊരു പാത്രം, നമ്മൾ ഏത് പാത്രത്തിലാണ് പോള റെഡിയാക്കുന്നത് ആ പാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. റവയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയിലേറെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓണാക്കിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ചിട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇടണ്ട, കുറച്ചിട്ടാൽ മതി. സൈഡിലോട്ടൊന്നും ആയാലും ഒരു കുഴപ്പമില്ല, സൈഡിലോട്ടൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേ സമയം ഞാനൊരു പാൻ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് നന്നായിട്ട് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിയുള്ള ബാറ്റർ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ് ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സോ കിസ്മിസോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ കോരി മാറ്റി വെച്ച വഴറ്റിയെടുത്ത നേന്ത്രപ്പഴം ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഒരല്പം ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് കാണരുത്. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ എന്തൊക്കെ ചേരുവകൾ എങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്തു എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരാനും മറക്കരുതേ. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കിസ്മിസാണ്. പിന്നെ അതാ നമ്മൾ നേരത്തെ ചൂടാക്കിയിട്ടുള്ള ആ ഒരു പാൻ ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുക. എനിക്കൊരു 15 മിനിറ്റാണ് ഇത് കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത് കേട്ടോ. തിരിച്ചിടുമ്പോൾ 1 മിനിറ്റ് നമ്മൾ തിരിച്ചിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണേ. അതായത് ഇവിടെ ഒരു 15 മിനിറ്റ് കൊണ്ട് ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ വേറൊരു പാനിൽ ഒരല്പം ഗീ ഒന്നാക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു പാൻ അടിയിൽ വെക്കുന്നതുകൊണ്ട് ഒന്ന് കരിഞ്ഞ് പിടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. നല്ല അടിപൊളി മണമാണ്. നെയ്യൊക്കെ ആയിട്ട് ചേരുമ്പോൾ നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇതൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചൂടാറുമ്പോൾ നമുക്കിതൊന്ന് കട്ടാക്കി എടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബനാന പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിന് ഒരു സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതൊരു പീസ് തിന്നാൽ മാത്രം നമ്മുടെ വയറ് നിറയും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.